എറണാകുളം കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം മാറി പ്രീമിയം 4 BHK വില്ല എക്സ്ക്ലൂസീവ്ലി ഫോർ സെയിൽ. 6 സെന്റ് സ്ഥലത്തായിട്ട് 2655 സ്ക്വയർ ഫീറ്റില് 2 വിശാലമായ കാർ പാർക്കിങ്ങോട് കൂടി ഒരു കണ്ടംപററി സ്റ്റൈലിൽ യൂണീക് പാറ്റേണിലാണ് ഈ വില്ല ഡിസൈൻ ചെയ്തേക്കുന്നത്. വിഷ്വലി ഒരു എസ്തെറ്റിക് സെൻസ് ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും കാണാൻ പറ്റും. ഈ ഔട്ട്ഡോറിലെ ടെക്സ്ചർ ബേസ്ഡ് ആണെങ്കിലും ഇൻഡോറിലേക്ക് വരുമ്പോൾ മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ലിവിങ് സ്പേസ്. ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗമാണ് ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. ഇതിനെ ഓപ്പൺ ആക്കിയിട്ടേക്കുന്നു. വേണമെങ്കിൽ ഇത് ഓപ്പൺ കിച്ചണായിട്ട് തന്നെ നിലനിർത്താം. ഡൈനിങ് സ്പേസിനോട് ചേർന്നാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. കിച്ചണോട് ചേർന്ന് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിന് അഡ്ജസന്റ് ആയിട്ട് തന്നെ മെയ്ഡിന് വേണ്ടി ഒരു ടോയ്ലറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്ക് യാർഡ് ഇവിടുന്ന് ഓപ്പൺ ആക്കുമ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് ബാക്ക് യാർഡ് സ്പേസ് ആണ്. ലിവിങ് സ്പേസിൽ നിന്ന് കണക്ട് ചെയ്ത് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ്. അതിൻ്റെ അണ്ടർനീത്തിലായിട്ട് വാഷ് ബേസിൻ ഏരിയയും ചെറിയ കബോർഡ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ തന്നെ വളരെ യുണീക്കാണ്. വുഡിൽ തീർത്തിരിക്കുന്ന ഹാൻഡ് ടോപ്പും അതുപോലെ ടഫ് ആൻഡ് ഗ്ലാസും ആണ് യൂസ് ചെയ്തേക്കുന്നത്. ട്രെൻഡി ആയിട്ടുള്ള ഒരു പാറ്റേൺ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് കാണാം. ഈ വീടിന്റെ ഹൈലൈറ്റ് അത് ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും എല്ലാം UPVC വിൻഡോസ് ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഫിനസ്റ്റ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് യൂസ് ചെയ്തേക്കുന്നത്. സേഫ്റ്റി ഫീച്ചറിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ടഫ് ആൻഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ലിവിംഗ് സ്പേസിനെ കണക്ട് ചെയ്ത് ആദ്യം കാണുന്ന റൂമാണ്. ഈവൻ ഒരു ഗസ്റ്റ് റൂമായിട്ടോ സ്റ്റഡി റൂമായിട്ടോ യൂസ് ചെയ്യാം. ഇതിനകത്തൊരു മനോഹരമായൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ശരിക്കും ആ വ്യൂ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്ന തരത്തിലാണ് ഇതിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഈ വില്ലയിലെ 3rd and 4th ബെഡ്റൂം ആൻഡ് ദിസ് ഈസ് ദ മാസ്റ്റർ ബെഡ്റൂം. വളരെ ക്ലാസിക് ഡിസൈനിലുള്ള ബെഡ്റൂം ആണ്. നേരെ കാണുന്ന സ്പേസ് വാക്ക് ഇൻ വാർഡ്രോബ് ഏരിയ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂം. അതിനെ കണക്ട് ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ദിസ് ഈസ് ദ 4th ബെഡ്റൂം ഹാവിംഗ് എ സ്മോൾ ഡ്രസ്സിംഗ് ഏരിയ വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അതോടൊപ്പം അതിനെ കണക്ട് ചെയ്ത് ഒരു സ്പേസ് വരുന്നുണ്ട്. അതിനൊരു ഡ്രൈ സോൺ ആയിട്ടോ നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആയിട്ടോ ആസ് പെർ വിഷ് നമുക്ക് എങ്ങനെയും ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം. വൺ ഓഫ് ദ ഹൈലൈറ്റഡ് ഏരിയ ഓഫ് ദിസ് പ്രോപ്പർട്ടി. വില്ലയിലൊക്കെ ചില സമയങ്ങളിൽ സ്പേസിന്റെ ഒരു കൺസ്ട്രെയിൻ കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു സ്പേസ് ആണ്. ഒരു പാർട്ടി ഹോൾ ആയിട്ടോ ലാൻഡ്സ്കേപ്പ് ഏരിയ ആയിട്ടോ ഏത് രീതിയിൽ നമുക്ക് ഇതിനെ ഒരു ബാർബിക്യൂ കൗണ്ടർ ആയിട്ട് ഒരു ഈവനിങ് ടൈമിൽ ഒരു വൈബ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ. 2 സ്റ്റോറി ക്ലബ് ഹൗസ് ആണ് കാണുന്നത്. കിഡ്സിന്റെ ഒരു സോൺ വരുന്നുണ്ട്, പൂള് വരുന്നുണ്ട്, ജിംനേഷ്യം വരുന്നുണ്ട്. ഈ കാണുന്ന ഒരു അസോസിയേഷൻ ഹോള് പോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനോട് ചേർന്ന് ഒരു ഔട്ട്ഡോർ ഏരിയ വരുന്നുണ്ട്. കൂടാതെ വേസ്റ്റ് മാനേജ്മെന്റ്, 24/7 സെക്യൂരിറ്റി സർവീസ് എന്ന് വേണ്ട ഒരു പ്രീമിയം ആയിട്ടുള്ള വില്ലയ്ക്ക് വേണ്ട എല്ലാ അമ്യൂണിറ്റീസും ഇതിനോട് ചേർന്ന് തന്നെയുണ്ട്. എറണാകുളത്ത് ഒരു വില്ല ഓൺ ചെയ്യാൻ സ്വപ്നം കാണുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.